എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ MLA, ജനപ്രതിനിധികൾ, DMO, DPM, ആർദ്രം നോഡൽ ഓഫീസർ, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, HMCയുടെ ബഹുമാന്യരായ അംഗങ്ങൾ, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമേ പറയട്ടെ, നേരിട്ട് അവിടെ എത്തി ഇന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഈ പരിപാടി ഉൾപ്പെടെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. രാവിലെ അവിടേക്ക് പുറപ്പെട്ടതുമാണ്. പക്ഷേ ചില കാരണങ്ങളാൽ അവിടേക്ക് എത്താനായിട്ട് യാത്ര തുടരാനായിട്ട് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ നിലമ്പൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം. പലതവണ ഇതിനോടകം നിലമ്പൂർ ആശുപത്രിയിൽ ഉദ്ഘാടനങ്ങളില്ലാതെയും ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലമ്പൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പണി ആരംഭിച്ചെങ്കിലും പൂർത്തീകരിക്കാതെ വർഷങ്ങളായി കിടന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കായിരുന്നു. അപ്പോൾ അത് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് മുൻപുണ്ടായിരുന്ന ഏജൻസിയെ ടെർമിനേറ്റ് ചെയ്തിരുന്നു. പുതിയൊരു ഏജൻസിയെ നിശ്ചയിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിൽ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലാ ആശുപത്രി എന്നുള്ള നിലയിൽ നിലമ്പൂർ, ഏറനാട് താലൂക്കുകളിലെയും അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതുപോലെ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഒരു മലേറിയ ആശുപത്രി എന്നുള്ള നിലയിൽ തുടക്കം കുറിച്ച ഒരു ഗവൺമെൻറ് ആശുപത്രി പിന്നീട് പടിപടിയായിട്ടാണ് ഇത് ഉയർന്നത്. ഇന്ന് നമുക്ക് ഇവിടെ നിലവിൽ 35 ഡോക്ടർമാർ ഉൾപ്പെടെ 167 സ്ഥിരം ജീവനക്കാരാണ് ഉള്ളത്. ഇതുകൂടാതെ ആരോഗ്യ കേരളം വഴിയും HMC വഴിയും കാസ്പ് വഴിയും വിമുക്തി വഴിയും ഒക്കെ തന്നെ കസാക്സിൻ്റെ ഭാഗമായിട്ടൊക്കെ 140 താൽക്കാലിക ജീവനക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡേ കെയർ ബെഡുകൾ ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ 306 കിടക്കുകളാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത്. അപ്പോൾ ഈ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ കണ്ടെത്തുന്നത് പണം കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ 2.5 കോടി രൂപയുടെ നിർമ്മാണം നടന്നിരുന്നു. എന്നാൽ ഇനി വേണ്ടത് ഏതാണ്ട് 16.5 കോടി അധികം ആയിരുന്നു നിർമ്മാണത്തിന് മാത്രം. അങ്ങനെ ആ 16.5 കോടി കൂടെ അനുവദിച്ചു. അപ്പോൾ 19 കോടി രൂപയുടെ നിർമ്മാണം. ആ 16 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം കെട്ടിടം പണിയുമ്പോൾ നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പ് പ്രത്യേകം കാണുന്നത് ഉപകരണങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. 1,35,00,000 രൂപയുടെ ഉപകരണങ്ങൾക്കുള്ള പണവും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പർച്ചേസ് നടപടികൾ KMCL മുഖേന നടന്നു വരുന്നുണ്ട്. ഞാൻ ആശുപത്രി സന്ദർശിക്കുന്ന വേളയിൽ ഉദ്ഘാടനങ്ങളില്ലാതെ വന്നപ്പോഴാണ് ഏറ്റവും അധികം ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വാർഡുകളിലെല്ലാം നിലമ്പൂരിൽ വാർഡ് വരികയും സംസാരിക്കുകയും അതോടൊപ്പം പേഷ്യൻസിന് ലഭിക്കുന്ന അവർ സംതൃപ്തമായിട്ടുള്ളൊരു സാഹചര്യം നേരിട്ട് കാണാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂർ ആശുപത്രി ടീമിന് പ്രത്യേകമായ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ ഈ അവസരത്തിൽ. അതോടൊപ്പം ഡിസ്ട്രിക്ട് ടീം, DMOയും DPMും ഉൾപ്പെടെയുള്ള ഡിസ്ട്രിക്ട് ടീമിൻ്റെ നല്ലൊരു എഫേർട്ട് ഇതിലുണ്ട്. DHS ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ്, ACS ഉൾപ്പെടെയുള്ളവർ. കാരണം ഒരു നിർമ്മാണം തുടങ്ങുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു പൂർത്തീകരിക്കാതിരുന്ന വേറൊരു പ്രോജക്റ്റ് ഇനി അതിന് ഫണ്ട് കണ്ടെത്തി നമ്മളത് പുതിയൊരു നിർമ്മാണം എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ സാധ്യമാക്കുന്നത്. മാതൃശിശു ബ്ലോക്കിൻ്റെ ആദ്യ ഫേസിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഫേസ് ഏപ്രിൽ 2026 കൂടി തന്നെ അത് പൂർത്തിയാക്കാനും കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ കിഫ്ബി വഴി ഇവിടെ ഒരു ഡയഗ്നോസ്റ്റിക് ആൻഡ് കാഷ്വാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചെങ്കിലും സ്ഥലപരിമിതി കാരണമാണ് നമുക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയാതെ ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആശുപത്രി കോമ്പൗണ്ടിനോട് ചേർന്നുള്ള നമ്മുടെ സർക്കാർ UP സ്കൂളിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഹ്രസ്വ സ്ഥലം നമുക്ക് ലഭ്യമായ ഉടൻ തന്നെ ഈ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും. സ്ഥലപരിമിതി മൂലമാണ് നമുക്ക് ഈ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിൻ്റെ കിഫ്ബി വഴിയുള്ള ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാൻ കഴിയാതെ പോയത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 81 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 42 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രം ഈ നിയോജക മണ്ഡലത്തിൽ പുതുതായിട്ട് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോന്നിലും 7 ലക്ഷം രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉപയോഗിച്ച് 19 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 55 ലക്ഷം രൂപയുടെ വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുകയുണ്ടായി. നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് ഈ ഘട്ടത്തിൽ സാധിച്ചു. നമ്മുടെ പല ആരോഗ്യ കേന്ദ്രങ്ങളും ഉദ്ഘാടനത്തിന് വേണ്ടിയും ഈ അടുത്തിടെയൊക്കെ എത്തിയിരുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഇപ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്ത് മാതൃ ശിശു
മരണനിരക്കുകൾ ഏറ്റവും കുറഞ്ഞത് രാജ്യത്ത് കേരളമാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. നവജാത ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ശിശു മരണനിരക്ക് ഏറ്റവും കുറവെന്നുള്ളത് മാത്രമല്ല, അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശു മരണനിരക്കിനേക്കാൾ കുറവാണ് നമ്മുടേത്. കൂട്ടായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ അമ്മയും കുഞ്ഞും ബ്ലോക്കിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു. ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾക്ക്, എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, അമ്മമാർക്ക് എല്ലാവരോടും എല്ലാ ഹൃദയാഭിവാദ്യം കൂടി അർപ്പിച്ചുകൊണ്ട് ഈ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.